ജനകീയ മത്സ്യകൃഷി പദ്ധതി ശക്തിപ്പെടുത്തുക. ജനകീയ മത്സ്യകൃഷി പദ്ധതി ശക്തിപ്പെടുത്തുക. മത്സ്യകൃഷി മേഖലയിൽ പശ്ചാത്തല സൗകര്യം വികസിപ്പിക്കുക. മത്സ്യകൃഷി മേഖലയിൽ പശ്ചാത്തല സൗകര്യം വികസിപ്പിക്കുക. ജനകീയ മത്സ്യകൃഷി പദ്ധതി ശക്തിപ്പെടുത്തുക. ജനകീയ മത്സ്യകൃഷി പദ്ധതി ശക്തിപ്പെടുത്തുക. കേരള അക്വാ ഫാർമേഴ്സ് ഫെഡറേഷൻ സിന്ദാബാദ്. കേരള അക്വാ ഫാർമേഴ്സ് ഫെഡറേഷൻ സിന്ദാബാദ്. വ്യാപാര സത്യാഗ്രഹ സിന്ദാബാദ്. വ്യാപാര സത്യാഗ്രഹ സിന്ദാബാദ്. മത്സ്യകൃഷിയിൽ നേട്ടം കൊയ്ത് രാപ്പകൽ സത്യാഗ്രഹ സമരത്തിന്റെ ഉദ്ഘാടനം ഏതാനും നിമിഷത്തിനുള്ളിൽ നടക്കുന്നതാണ്. ഈ സമരപരിപാടിയുടെ അധ്യക്ഷനായ കേരള അക്വാ ഫാർമേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ PR രാധാകൃഷ്ണൻ അവരുകളാണ്. ഇവിടെ ഉദ്ഘാടകൻ എത്തിച്ചേരാൻ അല്പം താമസം നേരിട്ടുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ വെയിറ്റ് ചെയ്തത്. ഞാൻ അധ്യക്ഷനെ ആദ്യം സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അഭിവാദ്യങ്ങൾ അർപ്പിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള VR പ്രതാപൻ INTUC തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ്, അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ സമരപരിപാടിയിൽ പങ്കെടുക്കാൻ ഓരോ ജില്ലയിൽ നിന്നായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കർഷക സുഹൃത്തുക്കൾക്ക് ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതിനായുള്ള അദ്ദേഹത്തിനെ ക്ഷണിക്കുകയാണ്. അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതിനായി ശ്രീ VR പ്രതാപൻ അവരുകളെ ക്ഷണിക്കുന്നു. സംഭവചരായ ഗുരുജനങ്ങളെ, സ്നേഹനിധികളായ സഹോദരി സഹോദരന്മാർ, ഒരു രാത്രിയും 2 പകലും നീളുന്ന ശ്രദ്ധേയമായ ഒരു സമരത്തിനാണ് തലസ്ഥാനത്ത് അക്വാ ഫാർമേഴ്സ് ഫെഡറേഷന്റെ പ്രതിനിധികൾ എത്തിച്ചേർന്നിരിക്കുന്നത്.
ഇവിടെ ഇന്ന് രാവിലെ സെക്രട്ടേറിയറ്റിന്റെ തെക്കേ ഗേറ്റ് മുതൽ വടക്കേ ഗേറ്റ് വരെ ഒട്ടേറെ സമരങ്ങൾ നടക്കുകയുണ്ടായി. എല്ലാ സമരങ്ങൾക്കും സാക്ഷിയായവരാണ് നിങ്ങൾ. അത്തരത്തിലുള്ള സമരങ്ങൾ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളും ട്രേഡ് യൂണിയനുകളുമൊക്കെ കക്ഷി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ചതാണെങ്കിൽ അതിനൊക്കെ അപ്പുറമായി അക്വാ ഫാർമേഴ്സിന്റെ കാർഷിക മേഖലയിലെ കാർഷിക രംഗത്തെ ഏറ്റവും സവിശേഷമായ ആവശ്യങ്ങൾ മുൻനിർത്തി രാഷ്ട്രീയത്തിനുമപ്പുറം ജീവിതത്തിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞുകൊണ്ടുള്ള സമരമാണ് ഒരു രാത്രിയും 2 പകലുകളുമായി ഇവിടെ നടക്കുന്നത്. കേരളത്തിന്റെ മിക്കവാറും എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള കർഷക സുഹൃത്തുക്കൾ ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മളെയൊക്കെ ഏറ്റവും ആകർഷിച്ച ഒരു കാര്യമെന്നത് ഏറ്റവും ജീവൽ പ്രധാനമായ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രക്ഷോഭ സമരമാണ് ഇവിടെ നടക്കുന്നത്. ഈ സമരത്തിൽ പരിമിതമായ അംഗങ്ങളാണോ ആയിരക്കണക്കിന് ആളുകളാണോ പങ്കെടുക്കുന്നത് എന്നതല്ല പ്രശ്നം. ഈ സമരത്തിൽ ഉയർത്തിയിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ കേരളത്തിൽ ഏറ്റവും അധികം സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന, അഭ്യസ്തവിദ്യരായ, കേരളത്തിന്റെ പ്രകൃതിയെ സ്നേഹിക്കുന്ന, നമ്മുടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ നശിപ്പിക്കാതെ കേരളത്തിന്റെ മെച്ചപ്പെട്ട കാർഷിക സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങളടങ്ങിയ നിവേദനങ്ങളാണ് ഗവൺമെന്റിന്റെ മുമ്പിൽ ഈ സംഘടന സമർപ്പിച്ചിരിക്കുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല. നമ്മുടെ കാർഷിക മേഖലയിലെ ഒരു വലിയ വഴിത്തിരിവ് സൃഷ്ടിക്കുന്ന മുദ്രാവാക്യങ്ങളാണ് ഇവിടെ അക്വാ ഫാർമേഴ്സ് സംഘടനയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനെ ലളിതവൽക്കരിച്ചിട്ട് കാര്യമില്ല. ഇത് ഗവൺമെന്റ് കാണണം. അധികാരികളെ മുദ്രാവാക്യത്തിന്റെ സാരാംശങ്ങൾ ഉൾക്കൊള്ളണം. ഇത് പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾക്ക് അവർക്ക് സമ്പാദ്യമുണ്ടാക്കുന്നതിന്, അവർക്ക് മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുന്നതിന്, വിദേശ നാണ്യം നേടിയെടുക്കുന്നതിന് ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയുന്ന ഒരു മേഖലയെ ഗവൺമെന്റ് അവഗണിക്കരുത്. ബഹുരാഷ്ട്ര കുത്തകകൾക്കും സമ്പന്നർക്കും കൃഷിയിടങ്ങൾ തുറന്നുകൊടുത്തുകൊണ്ട് മത്സ്യമേഖലയും അതുപോലെ തന്നെ മറ്റ് സമ്പത്തുകളും അവർക്ക് മാത്രം പ്രാപ്യമാകുന്ന തരത്തിലേക്ക് വഴിതിരിച്ചു വിടാതെ ചെറിയ തോതിലുള്ള സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നമ്മുടെ കാർഷിക ഭൂമിയെ ശക്തിപ്പെടുത്താൻ ഗവൺമെന്റ് മുൻകൈ എടുക്കണം. ഇപ്പോൾ നിയമസഭയിൽ അവതരിപ്പിച്ച ഈ ബഡ്ജറ്റ് തീർച്ചയായും ഒരുപാട് ആക്ഷേപങ്ങളും പരാതികളും അല്ലെങ്കിൽ അതിന് യോജിപ്പും വിയോജിപ്പുമുള്ള ആളുകളുണ്ട്. ഇതിൽ പങ്കെടുത്തിരിക്കുന്നവർ തന്നെ വ്യത്യസ്തമായ രാഷ്ട്രീയ ചിന്താഗതിയുള്ളവർ, അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഒക്കെ ഇതിൽ പങ്കാളികളാണ്. പക്ഷേ ഇത് കേരളത്തിന്റെ പുരോഗതിയെ ബാധിക്കുന്ന, നമ്മുടെ കാർഷിക മേഖലയെ മെച്ചപ്പെടുത്തുന്നതിനുതകുന്ന, നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ കഴിയുന്ന, പാർശ്വഫലങ്ങളില്ലാത്ത, നമ്മുടെ ആരോഗ്യ സംരക്ഷണ മേഖലയ്ക്ക് കൂടുതൽ ഊർജം പകരാൻ കഴിയുന്ന ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അക്വാ ഫാർമേഴ്സ് ഫെഡറേഷൻ നടത്തുന്ന ഈ സമരം ആശാവഹമാണ്. എല്ലാവരുടെയും പിന്തുണ ആർജിക്കാൻ കഴിയുന്ന ഒരു സമരമാണ്. ഈ സമരത്തിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവരെയും ആത്മാർത്ഥമായി ഒരു ട്രേഡ് യൂണിയന്റെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ INTUC വേണ്ടി പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുന്നു. ഈ സമരത്തിന് അർത്ഥപൂർണമായ പിന്തുണ നൽകാൻ എപ്പോഴും ഭാവിയിലും ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് അറിയിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് INTUCയുടെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾ, ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനെത്തുന്നു മുൻ നിയമസഭാ സ്പീക്കറും അതുപോലെ തന്നെ മുൻ മന്ത്രിയും കേരള കർഷക സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റുമായ സഖാവ് M. വിജയകുമാർ അവരാണ്. ഇവിടെ ഇപ്പോൾ നമ്മളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിച്ച INTUCയുടെ നേതാവ് PR പ്രതാപൻ ജില്ലാ പ്രസിഡന്റാണ്. അതുപോലെ തന്നെ ഇവിടെ സ്വാഗതം ആശംസിച്ചത് നമ്മളുടെ സ്റ്റേറ്റ് സെക്രട്ടറി ശ്രീ KS സെബാസ്റ്റ്യൻ, അതുപോലെ ഇതിലെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, മറ്റ് ഭാരവാഹികൾ, പ്രിയ കർഷക സുഹൃത്തുക്കൾ,
നമ്മളിന്നിവിടെ കൂടിയിട്ടുള്ളത് നമ്മളുടെ ന്യായമായ അവകാശങ്ങൾ സർക്കാരിൻ്റെ മുമ്പാകെ ഒന്നുകൂടി ബലപ്പെടുത്തി ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് ഈ സംഘടന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാമുദായിക സംഘടനയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭാഗങ്ങളുടെയോ ഒരു സംഘടനയല്ല. ജലകൃഷി മേഖലയിൽ കൃഷി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പറ്റം ആളുകളുടെ സംഘടനയാണ്. അതിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആളുകൾ ഇതിൽ അംഗങ്ങളായി പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ കല്ലുമ്മക്കായ കൃഷി, അലങ്കാര മത്സ്യകൃഷി, ചെമ്മീകൃഷി, മത്സ്യകൃഷി, അങ്ങനെ വിവിധ മേഖലകളിൽ മത്സ്യകൃഷി ഈ മേഖലയിൽ പണിയെടുക്കുന്ന അല്ലെങ്കിൽ അത് കൃഷി ചെയ്ത് ഉപജീവനം നടത്തുന്ന മുഴുവൻ ആളുകളുടെയും ഒരു കേരളത്തിലാകെ അറിയപ്പെടുന്ന ഒരു സംഘടന കേരള അക്വാ ഫാർമേഴ്സ് ഫെഡറേഷനാണ്. ആ സംഘടന കഴിഞ്ഞ ഒരു വർഷം മുമ്പ് കേരള ഗവൺമെന്റിന് ഒരു നിവേദനം നൽകി. ആ നിവേദനം കൊടുക്കുന്നതിന് മുമ്പ് ഇതേ പ്രദേശത്ത് ഇവിടെ വെച്ച് നമ്മൾ ഒരു സമരം നടത്തുകയുണ്ടായി. ആ സമരത്തിൽ ഉന്നയിച്ച വിഷയം കേരള ഗവൺമെന്റിന്റെ ഫിഷറീസ് വകുപ്പ് മന്ത്രിയുമായി നമ്മൾ ചർച്ച ചെയ്യുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കാമെന്ന് പറഞ്ഞെടുത്ത തീരുമാനങ്ങൾ ഇതുവരെ ഒന്നും നടപ്പായില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പോൾ ആ തീരുമാനങ്ങൾ നടപ്പാക്കി കിട്ടുന്നതിനും അത് സർക്കാരിന്റെ മുമ്പാകെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രാപ്പകൽ സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ രാപ്പകൽ സമരത്തിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി പ്രത്യേകം സെലക്ട് ചെയ്യപ്പെട്ട ആളുകളാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഈ സമരത്തിന്റെ പ്രാധാന്യം അത് മനസ്സിലാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ: ഒന്ന്, മത്സ്യകൃഷി പോലുള്ള ഉൽപാദന മേഖലയ്ക്ക് ഫണ്ട് വെട്ടിക്കുറച്ച നടപടി പിൻവലിച്ച് അതിനാവശ്യമായ ഫണ്ട് അലോട്ട് ചെയ്യണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ ഈ മത്സ്യകൃഷി പരിപോഷിപ്പിക്കുന്നതിന് ആവശ്യമായ പാശ്ചാത്തല സൗകര്യം നമ്മുടെ ഈ പ്രദേശത്തുണ്ട്. ഏറ്റവും കൂടുതൽ ജലസ്രോതസ്സുള്ള ഒരു സ്റ്റേറ്റാണ് കേരളം. എന്നാൽ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മത്സ്യം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. എന്നാൽ കേരളത്തിന് ആവശ്യമായ മത്സ്യം ഇപ്പോഴും കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പൊ കേരളത്തിന് ആവശ്യമായ മത്സ്യം ഉൽപ്പാദിപ്പിക്കപ്പെടാതെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കേരളത്തിന്റെ 90-95% വരുന്ന ആളുകളും മത്സ്യം ഭക്ഷിക്കുന്നവരാണ്. മത്സ്യമില്ലാതെ മലയാളിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ മത്സ്യമില്ലാതെ മലയാളിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ അതിനാവശ്യമായ മത്സ്യം കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത സാഹചര്യത്തിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് മത്സ്യം കയറ്റിക്കൊണ്ടുവരുന്നു. ഇവിടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് മത്സ്യം കയറ്റിക്കൊണ്ടുവരുമ്പോൾ നമ്മളുടെ സമ്പത്ത് അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികം അന്യ സംസ്ഥാനങ്ങളിലേക്ക് വീതം വെച്ചു പോകുന്നു. അവിടെ നിന്ന് വരുന്ന മത്സ്യമാകട്ടെ ഫോർമാലിനും അതുപോലുള്ള രാസവസ്തുക്കൾ പ്രയോഗിച്ച് കൊണ്ടുവരുന്ന മത്സ്യമാണ്. ഈ മത്സ്യം കഴിക്കുന്നതിന്റെ ഫലമായിട്ട് എന്താണ്? ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളുടെ കിഡ്നി നഷ്ടപ്പെടുന്നു, ലിവർ കംപ്ലൈന്റ് ഉണ്ടാകുന്നു, ആമാശയ രോഗങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ വിവിധ രോഗങ്ങളാൽ മലയാളി ഇന്ന് കഷ്ടപ്പെടുകയാണ്. അതിന്റെ ഫലമായി ആശുപത്രിക്കാർക്ക് വലിയ കോളനിക്ക് ചാകര പോലെയാണ് ആശുപത്രിക്കാർക്ക്. പ്രൈവറ്റ് മേഖലയിലെ ആശുപത്രിക്കാരെല്ലാം ചാകര ആഘോഷിക്കുകയാണ്. അപ്പൊ ഇതിന് പരിഹാരം ഉണ്ടാകണം. നമ്മുടെ കേരളത്തിൽ ഈ തമിഴ്നാട്ടിൽ നിന്നെല്ലാം വരുന്ന പച്ചക്കറിയിൽ വിഷലിപ്തമാണ്. അതുകൊണ്ട് വിഷലിപ്തമായ പച്ചക്കറി ഉപയോഗിക്കാതിരിക്കാൻ കേരളത്തിൽ പച്ചക്കറി ഉൽപാദനം വർദ്ധിപ്പിക്കണം എന്ന് സർക്കാർ നമ്മളോട് ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ എന്തുകൊണ്ട് മത്സ്യകൃഷിയിൽ ഈ വിഷലിപ്തമായ മത്സ്യം ഇവിടെ എത്തിക്കാതിരിക്കാൻ എന്തുകൊണ്ട് നമ്മൾക്ക് ഇവിടെ മത്സ്യകൃഷി പരിപോഷിപ്പിച്ചുകൂടാ? അപ്പൊ മത്സ്യകൃഷി പരിപോഷിപ്പിക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആവശ്യമായ ഇടപെടൽ ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ ഈ കാര്യത്തിലൂടെ ഒരു മുദ്രാവാക്യമായി ഉയർത്തുന്നത്. അതുപോലെ തന്നെ പല പദ്ധതികളിലായി ഇവിടെ മത്സ്യ കർഷകർക്ക് ധാരാളം സബ്സിഡി കിട്ടാനുണ്ട്. ഇപ്പൊ 10 ലക്ഷം മുതൽ 15 ലക്ഷം രൂപ വരെയൊക്കെ സബ്സിഡി കിട്ടാനുള്ള ആളുകളുണ്ട്. ആ ആളുകളുടെ സബ്സിഡി അടിയന്തരമായി കൊടുത്തു തീർക്കണം. കാരണം ആ സബ്സിഡി ലഭിക്കാത്തതിന്റെ ഫലമായി ഇവിടുത്തെ
കൃഷി ചെയ്തിരുന്ന ആളുകൾക്ക് വീണ്ടും കൃഷി ഇറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലവിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് വീണ്ടും കൃഷിയിൽ പ്രവേശിക്കണമെങ്കിൽ അവരുടെ സബ്സിഡി തിരിച്ചു കിട്ടിയേ പറ്റൂ. അതുകൊണ്ട് അടിയന്തരമായി സർക്കാർ അക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കണം. അവർക്ക് മത്സ്യകൃഷി വീണ്ടും ചെയ്യുന്നതിന് ഈ സബ്സിഡി കൊടുക്കാൻ സർക്കാർ തയ്യാറാകണം എന്നാണ് ഈ ഒരു മുദ്രാവാക്യമായി ഞങ്ങൾ ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ കാലാവസ്ഥ വ്യതിയാനം ഒരു ആഗോള പ്രതിഭാസമാണ്. അത് കേരളത്തിന്റെ മാത്രം ഒരു പ്രതിഭാസമല്ല, ആഗോള പ്രതിഭാസമാണ്. ഈ കാലാവസ്ഥ വ്യതിയാനം ആഗോള പ്രതിഭാസമാകുമ്പോൾ ഇവിടുത്തെ മത്സ്യകൃഷിക്കാർ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുകയാണ്. കാരണം വെച്ചാൽ ഇന്ന് കാണുന്ന വെള്ളമല്ല നാളെ നമ്മൾക്ക് പോകുന്നത്. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്താണ്? അവന്റെ ബണ്ടുകളെല്ലാം കവിഞ്ഞൊഴുകി, ആ ബണ്ടുകളെല്ലാം പൊട്ടിത്തകർന്നും അവൻ വളർത്തിക്കൊണ്ടുവന്ന മത്സ്യം മറ്റു ജലസ്രോതസ്സുകളിലേക്ക് ഒഴുകിപ്പോവുകയും അവൻ വൻ നഷ്ടത്തിലേക്കും പോകുന്നു. അപ്പൊ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഫലമായി ഇവിടെ സംഭവിക്കുന്ന ഈ കർഷകനഷ്ടങ്ങൾക്ക് പരിഹാരം കാണാൻ യാതൊരു കാരണവശാലും കർഷകർക്ക് മാത്രം കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ അതിന്റെ പുറംബണ്ട് ഉയർത്തി കെട്ടുന്നതിന് കർഷകൻ മാത്രം വിചാരിച്ചാൽ കഴിയുന്നില്ല. അതിനാവശ്യമായ സബ്സിഡി സർക്കാർ കൊടുക്കേണ്ടതുണ്ട്. അതിന് നിയമവും അതിനൊരു നിയമ പ്രാബല്യവും കൂടെ ഉണ്ട്. പക്ഷേ അതിന്റെ ഫണ്ട് ഉയർത്തുന്നതിനും മറ്റുമായി ഈ പറഞ്ഞ പോലുള്ള സബ്സിഡി ഇപ്പോഴും കർഷകന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അതുപോലെ തന്നെ ഈ പൊക്കാളിപ്പാടത്ത് ഒരു ചെറിയ പ്രശ്നം എന്താ വെച്ചാൽ, പൊക്കാളി മേഖലയിൽ ഇപ്പോൾ കൂടുതൽ വെള്ളം കിടക്കുന്ന പാടങ്ങളിൽ വൻ തുക ചെലവഴിച്ചാണ് ഈ വെള്ളം പറ്റിച്ച് നെൽകൃഷി പലരും ചെയ്യുന്നത്. അങ്ങനെ നെൽകൃഷി ചെയ്തുകൊണ്ട് വൻ നഷ്ടം നെൽകർഷകൻ നേരിടുകയാണ്. അപ്പൊ ആ നെൽകർഷകന് ആ കാര്യത്തിൽ അതുപോലുള്ള സാമ്പത്തിക ബാധ്യത ഒഴിവാക്കാൻ മറ്റൊരു കൃഷി എന്നുള്ള നിലക്ക് മത്സ്യകൃഷിയെ പരിപോഷിപ്പിക്കുക. അപ്പൊ മത്സ്യകൃഷിയെ പരിപോഷിപ്പിക്കുന്നതിന് എന്ത് വേണം? അങ്ങനെയുള്ള മേഖലകളിൽ 12 മാസവും നീണ്ടു നിൽക്കുന്ന അക്വാകൾച്ചർ ലൈസൻസ് അവർക്ക് നൽകേണ്ടതുണ്ട്. അക്വാകൾച്ചർ ലൈസൻസ് ചില സ്ഥലങ്ങളിൽ നൽകുന്നുണ്ടെങ്കിലും പൂർണ്ണമായും അതിന് അക്വാകൾച്ചർ ലൈസൻസ് നൽകാൻ സർക്കാർ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് തയ്യാറാകുന്നില്ല. അതുകൊണ്ട് അടിയന്തരമായി അതിന് അക്വാകൾച്ചർ ലൈസൻസ് ഈ പറയുന്ന മുഴുവൻ ആളുകൾക്കും നൽകാൻ സർക്കാർ തയ്യാറാകണം. അതുപോലെ തന്നെ പൊക്കാളി മേഖല നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് ഈ പൊക്കാളി കൃഷി ചെയ്യാൻ കഴിയുന്ന മേഖലകളിൽ പൊക്കാളി കൃഷി ചെയ്യണമെന്നാണ് സർക്കാരിന്റെ നിർബന്ധം. അത് നമ്മൾ അതിന് തള്ളിക്കളയുന്നില്ല. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ പൊക്കാളി കൃഷി ചെയ്യാൻ 6 മാസക്കാലം പൊക്കാളി കൃഷിക്ക് സർക്കാർ നേരത്തെ അനുവദിച്ചിട്ടുള്ളതാണ്. അപ്പൊ പൊക്കാളി കൃഷി ചെയ്യാൻ 6 മാസക്കാലം പൊക്കാളി കൃഷിക്കും 6 മാസക്കാലം നെൽകൃഷിക്കുമായി അംഗീകരിച്ച് നടപ്പാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അങ്ങനെ പൊക്കാളി കൃഷിക്ക് ആവശ്യമായ പൊക്കാളി കൃഷി രണ്ട് രീതിയിൽ 12 മാസവും അക്വാകൾച്ചർ ലൈസൻസ് നൽകുക, അതുപോലെ തന്നെ 6 മാസം നെല്ലും 6 മാസം മീനും എന്നുള്ള പദ്ധതി നടപ്പാക്കുക. ഈ രണ്ട് പരിപാടികളും അതുപോലെ മറ്റൊരു കാര്യം, ഈ പൊക്കാളി കൃഷി പ്രോത്സാഹിപ്പിക്കണമെന്ന് പറയുമ്പോൾ ഈ പൊക്കാളി മേഖലയിൽ എന്തുകൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിച്ചുകൂടാ? കാരണം ആ മേഖലയിൽ തൊഴിലാളികളെ കിട്ടുന്നില്ല. ആ മേഖലയിൽ ഇപ്പൊ കൊയ്യാനാളില്ല, വിതക്കാനാളില്ല, കൊത്താനാളില്ല, കിടക്കാനാളില്ല, ഇതിനൊന്നും ആളില്ല. അപ്പൊ തൊഴിലുറപ്പ് തൊഴിലാളികളെ ആ മേഖലയിലേക്ക് ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും പൊക്കാളി മേഖലയിൽ ഉൽപാദനം കൂടുതൽ വർദ്ധിപ്പിക്കാൻ കഴിയും. ആ തൊഴിൽ മേഖലയിൽ ആ മേഖലയിലെ കൂലി അതിന്റെ ചെലവ് കുറക്കാനും കഴിയും. അപ്പൊ ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്ത് എടുക്കാൻ, ചർച്ച ചെയ്ത് അത് പരിഹാരം കാണാൻ സർക്കാർ തയ്യാറാകണം. ഇതാണ് മറ്റൊരു കാര്യം നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ പെരിയാർ, ഇപ്പൊ നിങ്ങളെല്ലാവരും കേട്ടും കണ്ണും അറിഞ്ഞ ഒരു സംഭവമാണ് പെരിയാർ മത്സ്യക്കുരുതി. കഴിഞ്ഞ മെയ് മാസം 20-ാം തീയതി പെരിയാറിൽ നടന്ന മത്സ്യക്കുരുതി. കഴിഞ്ഞ മാസം 20-ാം തീയതി ഒരു വൈകുന്നേര സമയത്ത് ഏലൂര് അതുപോലുള്ള മേഖലകളിൽ നിന്നും ഒഴുക്കിവിട്ട വിഷജലം, ഏലൂർ മേഖലയിൽ നിന്നെല്ലാം ഒഴുക്കിവിട്ട വിഷജലം അവിടെ പെരിയാറിലുണ്ടായിരുന്ന 400ഓളം വരുന്ന കൂടുകളിൽ, ആ 400ഓളം വരുന്ന കൂടുകളിലേക്ക് ഈ വിഷജലം ഒഴുകിക്കയറുകയും അതിലുണ്ടായിരുന്ന കോടിക്കണക്കിന് രൂപയുടെ മത്സ്യം ചത്തൊടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെയാണ് ആ മത്സ്യമേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ
ആ തൊഴിലാളികളുടെ തൊഴിലും നഷ്ടപ്പെടുകയുണ്ടായി. കാരണം ആ മേഖലയിൽ, ആ പെരിയാർ മേഖലയിൽ ഉണ്ടായിരുന്ന മുഴുവൻ മത്സ്യവും ചത്തൊടുക്കി. ഇതിന്റെ ഫലമായി ഇപ്പോഴും പെരിയാറിൽ മത്സ്യം ലഭ്യമല്ല. അതുപോലെ തന്നെ കൂട് കൃഷിക്കാർ വൻ നഷ്ടത്തിൽ പെട്ട് സാമ്പത്തിക ബാധയിൽപ്പെട്ട് അവരിന്ന് ആത്മഹത്യയുടെ വീഴ്ചയിൽ വക്കിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനെല്ലാം പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ മത്സ്യത്തൊഴിലാളികളും മത്സ്യ കർഷകരും കൂട് കൃഷിക്കാരുമെല്ലാം കൂടി സംയുക്തമായി നിരവധി സമരങ്ങൾ അവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. ഈ നിരവധി സമരങ്ങളിൽ നടന്നിട്ടും യാതൊരുവിധ പ്രയോജനവും അവിടെ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അക്കാര്യത്തിൽ ഒരു ചർച്ച പോലും നടത്താൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറായില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, പെരിയാർ മലിനീകരണത്തിൽ നഷ്ടനഷ്ടം സംഭവിച്ച മുഴുവൻ മത്സ്യകർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കും നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാകണം. അത് സർക്കാർ തയ്യാറാകണം എന്ന് പറയുമ്പോൾ ആ കെടുതി വരുത്തി വെച്ച കമ്പനികളുണ്ട് അവിടെ. ആ കമ്പനികളിൽ നിന്നും നഷ്ടം ഈടാക്കി ഈ പാവപ്പെട്ട മത്സ്യകർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കും നൽകാൻ സർക്കാർ തയ്യാറാകണം എന്നാണ് ഞങ്ങൾക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത്. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ തൽക്കാലം ചുരുക്കുകയാണ്. ഞാൻ അടുത്ത ആളുകൾക്ക് വേണ്ടി എന്നെ വഴിമാറി കൊടുക്കുകയാണ്. വീണ്ടും ഇക്കാര്യം 24 മണിക്കൂർ സമരമുണ്ട് എന്നുള്ളതുകൊണ്ട് അടുത്ത ഒരു സന്ദർഭത്തിൽ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഞാൻ വിടവാങ്ങുന്നു. മുദ്രാവാക്യം കേരളത്തിലെ ഉൾനാടൻ മത്സ്യകൃഷി മേഖല കൊണ്ട് ജീവിക്കുന്ന തൊഴിലാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരമാണ് രാവിലെ ആരംഭിച്ചത്. സ്വാഭാവികമായും ഈ സമരം ആ ഗൗരവത്തോടെ തന്നെ രാവിലെ എത്തിച്ചേർന്ന് ഉദ്ഘാടനം ചെയ്യേണ്ടതായിരുന്നു. മനഃപൂർവ്വമായിട്ടല്ല രാവിലെ എത്താൻ കഴിഞ്ഞത്. പത്തനംതിട്ടയിൽ മിനിഞ്ഞാന്നുണ്ടായ രാഷ്ട്രീയ സംഘർഷത്തിന്റെ ഭാഗമായി ഹെഡ്ലോഡ് തൊഴിലാളിയായ ഒരു CIT പ്രവർത്തകൻ കുത്തേറ്റ് മരിച്ചു. അയാളുടെ അമ്മ സഹോദരിയുടെ ഒരു പ്രസവ ചികിത്സയുമായി ബന്ധപ്പെട്ട് വിദേശത്തായിരുന്നുകൊണ്ട് ആ അമ്മ ഇന്നലെ രാത്രി എത്തി. ഇന്നാണ് ആ ബോഡി സംസ്കരിക്കുന്ന യോഗം. CIT പ്രതികരിച്ച് അവിടെ എത്താനും അന്ത്യോപചാരം അർപ്പിച്ച് റീത്ത് സമർപ്പിക്കാനും നിയോഗിക്കപ്പെട്ടത് എന്നെ ആയതുകൊണ്ട് രാവിലെ പത്തനംതിട്ടയിലെ കോന്നിയിൽ അതിൽ പോയിട്ട് വന്നതുകൊണ്ടാണ് വൈകിയത്. നിങ്ങളുടെ ഭാരവാഹികൾ മിനിഞ്ഞാന്ന് എന്നെ വിളിക്കുമ്പോൾ തന്നെ ഞാൻ ആ ഒരു കാര്യം പറഞ്ഞതാണ്. ഒരിക്കലും ഏതെങ്കിലും തരത്തിൽ നിങ്ങളോടൊരു ബോധപൂർവമായ വീഴ്ചയോ താല്പര്യക്കുറവോ ഉണ്ടായി എന്നൊരിക്കലും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ഒരു കുറവ് അതിൻ്റെ ഭാഗമായി വന്നതാണ് എന്ന് സദയം എന്നോട് ക്ഷമിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. കേരളത്തിലെ കാലാവസ്ഥ മേഖലയുടെ പ്രത്യേകത അനുസരിച്ച് കേരളം ഇന്ന് നേരിടുന്ന സാമ്പത്തിക ജീവിത തൊഴിൽ പ്രശ്നങ്ങളിൽ വലിയൊരളവ് വരെ കേരളത്തെയും കേരളത്തിലെ കൃഷിക്കാരെയും സഹായിക്കാൻ കഴിയുന്ന ഒരു സമാന്തര തൊഴിൽ വരുമാന മേഖലയാണ് കേരളത്തിലെ ഉൾനാടൻ മത്സ്യകൃഷി മേഖല. ആ മേഖലയ്ക്ക് അതിന് തുല്യവും ഗൗരവമുള്ളൊരു പ്രാധാന്യം ദൗർഭാഗ്യവശാൽ സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് നൽകുന്നില്ല എന്ന ശക്തമായ ഒരു വിമർശനമാണ്, ഒരു സാഹചര്യമാണ് ഈ മേഖല കൃഷിക്കാരെ ഇന്ന് ഇത്തരമൊരു സമരത്തിലേക്ക് എത്തിച്ചത്. ഈ സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സങ്കുചിതമായ ഒരു രാഷ്ട്രീയ താല്പര്യം കൊണ്ടല്ല ഈ സമരം. ഈ മേഖലയിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ബാങ്ക് വായ്പയായും മറ്റ് തരത്തിലും സമാഹരിച്ച് നിക്ഷേപിച്ച ഈ മേഖലയിലെ മത്സ്യ കൃഷിക്കാർ ഇന്ന് നേരിടുന്ന ദുരിതപൂർണമായ ജീവിത അവസ്ഥയാണ് കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നും പാലക്കാട് നിന്നും വയനാട് നിന്നും ആലപ്പുഴ നിന്നും കോട്ടയത്തു നിന്നും കൊച്ചിയിൽ നിന്നുമെല്ലാം
വണ്ടി വിളിച്ചും വണ്ടി കയറിയും ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ എന്ന നിലയിൽ ഒരു സത്യാഗ്രഹ സമരം നടത്താൻ ഈ മേഖലയിലെ തൊഴിലാളികളെ നിർബന്ധിതമാക്കിയത് എന്ന് ബന്ധപ്പെട്ട അധികാരികൾ അറിയണമെന്നതാണ് ഈ സമരം ഉദ്ദേശിക്കുന്ന ഒന്നാമത്തെ ആവശ്യമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുന്നത്. മത്സ്യകൃഷിയിലെ ഉൽപാദന മേഖലയ്ക്ക് വേണ്ടിയിട്ട് സർക്കാർ പ്രഖ്യാപിക്കുന്നതും പ്രസംഗിക്കുന്നതുമായ അനുപാതത്തിന് തുല്യമായ തുക ഈ മേഖലയ്ക്ക് നീക്കിവെക്കപ്പെടുകയും വിനിയോഗിക്കപ്പെടുകയും ചെയ്യുന്നില്ല എന്നതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട വിമർശനം. കാരണം ഞാൻ ഈ മേഖലയിലെ കൃഷിക്കാരനല്ലെങ്കിലും ഈ മേഖലയിൽ ഇടപെട്ട് നിങ്ങളെ സഹായിക്കുന്ന അക്വാ പ്രൊമോട്ടർമാരുടെ സംഘടന കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷക്കാലമായി നടത്തിയ തുടർച്ചയായ അവരുടെ പ്രക്ഷോഭ സമരത്തിൽ ഒരു സമരത്തിന്റെ സഹായിയായും സഹപ്രവർത്തകനായും ഞാൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മേഖലയ്ക്ക് നീക്കിവെക്കപ്പെടുമെന്ന് പറയുന്ന തുക ചില പ്രോജക്റ്റുകളുടെ ഹെഡുകൾ എഴുതി വകമാറ്റി തീരുമാനിച്ചാൽ ആ തീരുമാനിക്കപ്പെടുന്ന തുക അംഗീകരിക്കാനോ അത് തൊഴിലാളികൾക്കും സംരംഭകർക്കും പ്രയോഗിക്കുവാൻ അല്ലെങ്കിൽ പ്രയോഗത്തിലെത്തിക്കുവാനോ മത്സ്യവകുപ്പിലെയും ധനവകുപ്പിലെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഗൗരവത്തോടെ ഇടപെടാത്തതാണ് ഇത്തരമൊരു സമരത്തിലേക്ക് ഞങ്ങളെത്തിയതിന് കാരണം. ഒരു വർഷത്തിലെ 12 മാസത്തിൽ ഏതാണ്ട് 8 മാസക്കാലം ഇടവേളകളില്ലാതെ മഴ ലഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം. 9 സെന്റിമീറ്റർ മുതൽ 12 സെന്റിമീറ്റർ വരെ കേരളത്തിന്റെ വയലേലകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും സുഭിക്ഷമായി ജലം ലഭിക്കുന്ന ഇന്ത്യയിലെ അപൂർവ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളമെന്നിരിക്കെ ശുദ്ധജല മത്സ്യ കൃഷി നടത്തുന്ന കാര്യത്തിൽ ആന്ധ്ര എന്ന സംസ്ഥാനം ഈ കേരളത്തിൽ ലഭിക്കുന്നതിന്റെ 4/1 താഴെ മാത്രം മഴ ലഭിക്കുമ്പോൾ ആന്ധ്ര ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ശുദ്ധജല മത്സ്യത്തിന്റെ 8/1 താഴെ മാത്രം കേരളം ഉൽപ്പാദിപ്പിക്കുന്നു എന്നത് ഈ രംഗത്ത് പദ്ധതി ആസൂത്രണം ചെയ്ത് വിനിയോഗം നടത്തുന്ന ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും അതിന് പണം അനുവദിക്കുമ്പോൾ ക്രിയാത്മകമായി ഇത് നിർവഹിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടുന്ന ധനവകുപ്പിന്റെയും വീഴ്ചയാണ് ആ ഉൽപാദന രംഗത്ത് നമുക്കുണ്ടായ ഗുരുതരമായ പുറകോട്ട് പോക്കിന് കാരണം എന്നതാണ് ഞങ്ങൾ കാണുന്നത്. നവകേരളമെന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കപ്പെട്ട ആശയത്തിൽ കേരളത്തിന്റെ ഭൂവിഭവത്തെയും കേരളത്തിന്റെ കാലാവസ്ഥയുടെ സാധ്യതയെയും കേരളത്തിന്റെ സാമ്പത്തിക മേഖലയുടെ ഉന്നമനത്തിന് വിനിയോഗിക്കുമ്പോൾ വളരെ ചുരുക്കം ചില നിക്ഷേപം മാത്രം നടത്തി കൂടുതൽ ഉൽപാദനവും വരുമാനവും ഉണ്ടാക്കാൻ കഴിയുന്ന കേരളത്തിന്റെ ശുദ്ധജല മത്സ്യകൃഷിയെ വേണ്ടത്ര ഗൗരവത്തോടെ കാണാനും പ്രോത്സാഹിപ്പിക്കാനും തയ്യാറാകുന്നില്ല. അതുകൊണ്ട് ഈ മേഖലയ്ക്ക് വെട്ടിക്കുറയ്ക്കുന്ന ഫണ്ട് അടിയന്തരമായി പുനഃസ്ഥാപിക്കാനും ഈ മേഖലയിലെ കൃഷിക്കാർക്ക് അത് വിതരണം ചെയ്യാനും ഗവൺമെന്റ് തയ്യാറാകണമെന്നതാണ് ഈ സമരം മുന്നോട്ട് വെക്കുന്ന ഒന്നാമത്തെ മുദ്രാവാക്യം. രണ്ടാമത്തേത്, ജനകീയ മത്സ്യകൃഷിക്ക് പശ്ചാത്തല സൗകര്യവും വികസനവും മെച്ചപ്പെടുത്താൻ ഫണ്ട് അനുവദിക്കാനും സബ്സിഡി നൽകാനും ഗവൺമെന്റ് തയ്യാറാകണം. ഭൂമി പണയം വച്ചും സ്വർണം പണയം വച്ചും മാർവാടിയിൽ നിന്ന് പണമെടുത്തും കൃഷി ഇറക്കുന്ന കൃഷിക്കാരൻ കാലം തെറ്റിപ്പെയ്യുന്ന കാലവർഷവും ഉരുൾപൊട്ടലും വർഷത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ഈ കാലാവസ്ഥയിൽ വെള്ളപ്പൊക്കവുമെല്ലാം വില കൊടുത്തു വാങ്ങി ഏതാണ്ട് പിടിക്കാൻ പാകമാകുന്ന മത്സ്യം വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോകുമ്പോ ആ പുഴയുടെ വക്കത്ത് വന്ന് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്ന കൃഷിക്കാരുടെ നാടായി ഈ കേരളം മാറുമ്പോ അത്തരം മത്സ്യകൃഷിക്കാരെ സംരക്ഷിക്കാൻ, അവരുടെ ക്ഷേമ പ്രശ്നങ്ങളെ കാണാൻ, അവരുടെ ആവശ്യങ്ങളെ കാണാൻ ശാസ്ത്രീയമായ പഠനം നടത്തി ഇവരെ സംരക്ഷിക്കാൻ ആവശ്യമുണ്ടെന്ന ഇടപെടൽ നടത്താൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണമെന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മറ്റൊന്ന്, ഭക്ഷ്യവകുപ്പിനെ പോലെ തന്നെ ഭക്ഷ്യവകുപ്പും ആരോഗ്യവകുപ്പും ഒരുപോലെ മത്സ്യബന്ധന മേഖലയിൽ ഇടപെടേണ്ടതാണ്. മരിച്ച് 3 മാസവും 3.5 മാസവും 6 മാസവും കഴിഞ്ഞ മത്സ്യങ്ങൾ, മാരകമായ കീടനാശിനികൾ, മനുഷ്യന് ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ ഉണ്ടാക്കുന്ന കീടനാശിനികൾ മുഖ്യതും ഉപയോഗിച്ചതുമായ മത്സ്യം ഈ കേരളത്തിന്റെ തെരുവിടങ്ങളിൽ കച്ചവടത്തിനെത്തിക്കുമ്പോൾ ഒരു ഗവൺമെന്റിന്റെ, ഒരു ഭരണ സംവിധാനത്തിന്റെ ഏറ്റവും ക്രിയാത്മകമായ ഉത്തരവാദിത്വം തന്റെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യ സുരക്ഷ നൽകലാണ്. അപ്പോ
വിഷപദാർത്ഥങ്ങൾ ഉള്ളടക്കം ചെയ്യപ്പെട്ടതോ വിഷപദാർത്ഥങ്ങൾ ഉള്ളടക്കം ചെയ്യപ്പെട്ട ഐസ് ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യുന്ന മത്സ്യത്തിന്റെ വിപണനത്തെ സംബന്ധിച്ച് പരിശോധിക്കണം. അതിന് നിയന്ത്രണം ഏർപ്പെടുത്തണം. അപ്പോ ആരോഗ്യരംഗത്ത് ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാക്കുന്ന അത്തരം മത്സ്യങ്ങളുടെ വിപണനങ്ങൾ നിയന്ത്രിക്കാനും ഗുണമേന്മയുള്ള മത്സ്യം വിപണിയിലെത്തിക്കാനും അതിന്റെ പരിശോധന ക്രിയാത്മകമാക്കണമെന്നതാണ് ഈ സമരം മുന്നോട്ട് വെക്കുന്ന മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ആവശ്യങ്ങൾ. പല പദ്ധതികളിലായി സബ്സിഡികളിൽ കർഷകർക്ക് ലഭിക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന പദ്ധതി, അത് ഗ്രാമപഞ്ചായത്ത് തയ്യാറാക്കുന്ന പദ്ധതിയിലും മുനിസിപ്പാലിറ്റി തയ്യാറാക്കുന്ന പദ്ധതിയിലും കോർപ്പറേഷൻ തയ്യാറാക്കുന്ന പദ്ധതിയിലും വിവിധ ഗവൺമെന്റിന്റെ മത്സ്യവകുപ്പിന് കീഴിൽ തയ്യാറാക്കപ്പെടുന്ന പദ്ധതികളിൽ നീക്കിവെക്കപ്പെടുന്ന തുകയുണ്ട്. അവസാനം അത് കൃത്യമായ എക്സ്പെൻഡിച്ചർ നടത്താതെ അൺഎക്സ്പെൻഡിച്ചർ പട്ടികയിൽപ്പെടുത്തി അടുത്ത വർഷത്തെ സ്പിൽ ഓവറിലേക്ക് പോകും. ഇത് ഉപയോഗിക്കാൻ അർഹതപ്പെട്ട മത്സ്യകൃഷിക്കാർ കേരളത്തിൽ കരിന്തിരിയും പട്ടിണിയുമായി കാത്തിരിക്കുകയാണ് ഈ മേഖലയിൽ. അപ്പൊ അവർക്ക് നൽകാൻ പദ്ധതി തയ്യാറാക്കുമ്പോൾ നീക്കിവെക്കുന്ന തുക ശരിയായ മത്സ്യകൃഷിക്കാർക്കും ഗുണഭോക്താക്കൾക്കും തന്നെ ലഭ്യമാകുമെന്ന് ഉറപ്പുവരുത്താൻ കഴിയും വിധത്തിൽ പദ്ധതികൾ തയ്യാറാക്കാനും അത് വിനിയോഗിക്കാനും അവർക്ക് ആ തുക നൽകാൻ വേണ്ടി കഴിയണം. മത്സ്യകൃഷിക്ക് അനുയോജ്യമായ നിരവധി ഭൂമികൾ, ചതുപ്പുകൾ, പുഞ്ചപ്പാടങ്ങൾ ഈ കേരളത്തിലുണ്ട്. ആലപ്പുഴയിലും അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലും തൃശൂർ ജില്ലയിലും എറണാകുളം ജില്ലയിലും കോഴിക്കോടും പാലക്കാടും വയനാടുമെല്ലാം ഉണ്ട്. അത്തരം ഭൂമികളെ കണ്ടെത്തി അവിടെ ചെമ്മീൻ കൃഷികൾക്കാകട്ടെ അല്ലെങ്കിൽ ശുദ്ധജല മത്സ്യകൃഷിക്കാകട്ടെ സൗകര്യപ്രദമായ ഭൂമികളെ പഠനം നടത്തി അതിന് ലൈസൻസ് നൽകാനുള്ള ഇടപെടൽ മത്സ്യവകുപ്പും ഗവൺമെന്റും ചേർന്ന് അടിയന്തരമായി നടപ്പിലാക്കണമെന്നതാണ് ഈ സമരം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന്. മറ്റൊന്ന് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഞാൻ സൂചിപ്പിക്കപ്പെട്ടു. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിൽ ഉണ്ടാകുന്ന നിരന്തരമായ ദുരിതങ്ങളും ദുരന്തങ്ങളുമുണ്ട്. ആ ഘട്ടങ്ങളിൽ ദുരിതമനുഭവിക്കുന്ന ഇത്തരം കൃഷിക്കാരെ, സംരംഭകരെ സംരക്ഷിക്കാനുള്ള പദ്ധതികൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായി നടപ്പിലാക്കണമെന്ന്. മറ്റൊന്ന് അലങ്കാര മത്സ്യ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും അതിന്റെ വിപണി രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിപണികളിലേക്ക് അതെത്തിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആകട്ടെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ IT സംവിധാനങ്ങളെ ഒരു പൊതു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കുന്ന അതിന്റെ വിദേശ രാജ്യങ്ങളിലെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ നവകേരളം എന്ന ആശയത്തിന്റെ ഭാഗമായി കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റ് നടത്തുന്ന അതേ പദ്ധതികൾ ശുദ്ധജല മത്സ്യത്തിന്റെ സംഭരണത്തിനും വിതരണത്തിനും വിപണനത്തിനും ഒപ്പം അലങ്കാര മത്സ്യത്തിന്റെ ശേഖരണത്തിനും വിപണനത്തിന്റെയും വിപണിയുടെ സാധ്യതയും ആ രംഗത്ത് കണ്ടെത്താൻ ഗവൺമെന്റ് ഒരു പൊതു പ്ലാറ്റ്ഫോം ഇതുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുത്തണം. അത്തരത്തിൽ ഈ മേഖലയെ സംരക്ഷിക്കാനുള്ള ക്രിയാത്മകമായ ഇടപെടൽ വേണം. മത്സ്യബന്ധന മേഖലയെന്നോ മത്സ്യവകുപ്പെന്നോ പറഞ്ഞാൽ തീരദേശത്തെ ഏതെങ്കിലും ചില പദ്ധതികൾ മാത്രമായി പരിമിതപ്പെടുത്തുകയാണ് കേരളത്തിലെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു സംഘം ജീവനക്കാർ. കണ്ണുകെട്ടിയ കുതിര പോലെ അങ്ങ് മുന്നോട്ട് മാത്രം നോക്കാതെ അതിന്റെ ചുറ്റുവട്ടത്ത് ഇതും ഇതിന്റെ അനുബന്ധ മേഖലകളുമായി ജീവിക്കുകയും കേരളത്തിന് വരുമാനമുണ്ടാക്കുകയും കേരളത്തിന്റെ ഖജനാവിലേക്ക് സമ്പത്തുണ്ടാക്കുകയും കേരളത്തിലെ ജനങ്ങൾക്ക് ജീവിതമുണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന ശുദ്ധജല മത്സ്യ കൃഷി മേഖലയിൽ പണിയെടുക്കുന്ന ഈ തൊഴിലാളികളെ, ജീവനക്കാരെ, സംരംഭകരെ, കൃഷിക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രിയാത്മകമായ പദ്ധതി ഇവിടെ നിന്നുണ്ടാകണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. പ്രതിപക്ഷ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുമ്പോൾ ഇടതുപക്ഷത്തിന്റെ കർഷക സംഘടനകൾ മുന്നോട്ട് വെച്ച നിരവധി അഭിപ്രായങ്ങൾ, വലതുപക്ഷ നിലപാടുള്ള UDFന്റെ കർഷക സംഘടനകൾ മുന്നോട്ട് വെച്ച നിലപാടുകൾ, ഇതിന്റെ പ്രതിനിധികളെ വിളിച്ചു വരുത്തി കക്ഷി രാഷ്ട്രീയത്തിന്റെ തർക്കമില്ലാതെ ക്രിയാത്മകവും പ്രായോഗികവുമായി മത്സ്യകൃഷിക്കാരുമായി ചർച്ച നടത്തണം. എങ്ങനെയാണ് നഷ്ടം കൂടാതെ ഈ കൃഷി നടത്താൻ കഴിയുക? എന്ത് ആനുകൂല്യമാണ് സർക്കാർ ഈ മേഖലയിലെ കൃഷിക്കാർക്ക് നൽകേണ്ടത്? ഈ മേഖല നേരിടുന്ന തൊഴിൽ രംഗത്തെ വിപണനത്തിന്റെ രംഗത്തെ പ്രതിസന്ധികൾ എന്തൊക്കെയാണ് എന്ന് ശാസ്ത്രീയമായി പഠിക്കാൻ തൊഴിലാളികളുടെ കൂടെ പ്രതിനിധികളെ കൂടി, കൃഷിക്കാരുടെ കൂടി പ്രതിനിധികളെ കൂടി, സംരംഭകരുടെ കൂടി പ്രതിനിധികളെ കൂട്ടി കൃഷി വകുപ്പിന്റെയും മത്സ്യകൃഷി വകുപ്പിന്റെയും തീരദേശ മത്സ്യ വകുപ്പിന്റെയും ഉദ്യോഗസ്ഥന്മാർ ഒരുമിച്ച് ചേരുന്ന ഒരു ജോയിന്റ് കമ്മിറ്റി ഇത് സംബന്ധിച്ച് പഠനം നടത്തണം.
വിവിധ കാർഷിക മേഖലയ്ക്ക് നീക്കിവെക്കുന്ന തുക ഈ ഉൽപാദനത്തിന്റെയും വിപണനത്തിന്റെയും സാധ്യതക്കനുസരിച്ച് ആനുപാതികമായ തുക ശുദ്ധജല മത്സ്യകൃഷിക്ക് നീക്കിവെക്കാൻ ബജറ്റിൽ തന്നെ തുക നീക്കിവെക്കണം. അതെ, കായൽ മത്സ്യങ്ങൾ ഉൾപ്പെടെ ഉപ്പുവെള്ളത്തിലും മറ്റു മേഖലകളിലും കൃഷി ചെയ്യുന്ന കൃഷിക്കാരുമുണ്ട്. അവരുടെ പ്രശ്നങ്ങളെ കുറിച്ചും പഠിക്കണം. ഞാൻ കൃഷിക്കാരെ ഉദ്ദേശിക്കുമ്പോൾ ഇവരെല്ലാമാണ്. ഞങ്ങളെപ്പോലെ രാഷ്ട്രീയ പ്രവർത്തകരെ നിങ്ങൾ വിളിക്കുമ്പോൾ, നിങ്ങളിൽ ചിലരുമായി സംസാരിക്കുമ്പോൾ നമ്മളോട് അടുപ്പമുള്ള കൃഷിക്കാർ നമ്മളോട് അവരുടെ പരാതികളും പരിവേദനങ്ങളും പ്രയാസങ്ങളും പറയുന്നത് കേൾക്കുന്ന ഞങ്ങൾ ഏതാണ്ടൊരു വശം മാത്രമാണ് കേൾക്കുക. പക്ഷെ കൃഷിക്കാരനാകുമ്പോൾ അവൻ ഒരു പാടം അല്ലെങ്കിൽ ഒരു കുളം അല്ലെങ്കിൽ ഒരു കൃഷിയിടം അവൻ പാട്ടത്തിന് എഗ്രിമെന്റ് വെക്കുന്നത് മുതൽ ആ പാടത്തേക്ക് മത്സ്യം മോഷ്ടിക്കാനെത്തുന്ന മനുഷ്യൻ മുതൽ പൊന്മാൻ വരെയുള്ള ജീവികളിൽ നിന്ന് ഇത് സംരക്ഷിക്കാൻ കാവൽ കിടക്കുന്ന കൃഷിക്കാരന്റെ ദുഃഖം, കാലം തെറ്റി ചെയ്യുന്ന പെരുമഴ, കണ്ണടച്ചു തുറക്കുമ്പോൾ വന്നു വീഴുന്ന ബംഗാൾ ഉൾക്കടലിലെ ചക്രവാത ചുഴി ഈ കൃഷിക്കാരന്റെ സ്വപ്നങ്ങളെ ആകെ ഉരുൾപൊട്ടുന്നത് പോലെ എടുത്തുകൊണ്ട് പോകുമ്പോ ആ കൃഷിയിടങ്ങൾക്ക് മുന്നിൽ കയ്യും കെട്ടിയിരുന്ന് നിലവിളിക്കുന്ന കൃഷിക്കാരന്റെ ജീവിത ദുഃഖത്തെ മനസ്സിലാക്കാൻ കൃഷിക്കാരന് മാത്രമേ കഴിയൂ. അത്തരം കൃഷിക്കാരുമായും സംരംഭകരുമായി കൂടിയാലോചിക്കണം ഈ മേഖല നേരിടുന്ന പ്രശ്നം എന്താണ് അതിന് ഉചിതമായ ഒരു പരിഹാര മാർഗം. അത്തരത്തിലുള്ള ചർച്ചകളിലും ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും ഈ രംഗത്ത് ഉയർത്തിക്കൊണ്ടുവരണം. അതുകൊണ്ട് തന്നെ എണ്ണത്തിൽ പരിമിതമാണ് എന്നതുകൊണ്ട് അവഗണിക്കപ്പെടേണ്ട വിഭാഗമല്ല കേരളത്തിലെ കൃഷിക്കാർ. അതുകൊണ്ട് അവർ കേരളത്തിന്റെ സാമ്പത്തിക മേഖലയിലും കേരളത്തിന്റെ ജീവിത മേഖലയിലും കാർഷിക മേഖലയിൽ നൽകുന്ന സംഭാവനയെ ഗൗരവത്തോടെ കാണാനും ഈ വിഷയത്തിൽ ഇടപെടാനും കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അക്വാ ഫാർമേഴ്സ് ഫെഡറേഷൻ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ രാപ്പകൽ സത്യഗ്രഹം ആരംഭിച്ചത്. 19, 20 തീയതികളിലായി ഇവിടെ നടക്കുന്ന ഏറ്റവും ന്യായമായ, ഏറ്റവും ഹൃദയസ്പൃഹായിട്ടുള്ള ജീവിത പ്രശ്നമുയർത്തി നിങ്ങൾ നടത്തുന്ന ഈ ജീവിത സമരത്തിന് ഈ കേരളത്തിലെ തൊഴിലെടുക്കുന്ന തൊഴിലാളികളുടെ സംഘടിത സമരകേന്ദ്രമായ സിഐടിന്റെ എല്ലാ പിന്തുണയും ഐക്യദാർഢ്യവും ഈ ധർമ്മസമരത്തിന് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ച് കേരളത്തിന്റെ സാമ്പത്തിക കാർഷിക മേഖലയിൽ വലിയ ചലനമുണ്ടാക്കാൻ കഴിയുന്ന വിഭാഗമാണ് കേരളത്തിലെ ഈ മത്സ്യകൃഷിക്കാർ. ആ മത്സ്യകൃഷിക്കാരുടെ പ്രശ്നങ്ങളെ ന്യായമായി കേൾക്കാനും ചർച്ച നടത്താനും കേരളത്തിലെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റും കേരളത്തിന്റെ കൃഷി ഡിപ്പാർട്ട്മെന്റും ധനകാര്യ വകുപ്പും യോജിച്ചൊരു പൊതു ഇടപെടൽ നടത്തിക്കൊണ്ട് ഇവരുടെ ആവശ്യങ്ങളെ കാണാൻ, പരിശോധിക്കാൻ, പരിഗണിക്കാൻ തയ്യാറാകണം. ഇല്ലാത്ത പക്ഷം കൂടുതൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് ഇവർക്ക് പോകേണ്ടി വരുമെന്നും അത്തരം പ്രക്ഷോഭം കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ വലിയ ചലനവും തിരിച്ചടിയും ഉണ്ടാക്കുന്നതാക്കുമെന്ന് ബന്ധപ്പെട്ടവർ തിരിച്ചറിയണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും സാധാരണക്കാരന്റെയും പ്രശ്നങ്ങളെ എന്നും ഗൗരവത്തോടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത് എന്ന പ്രതീക്ഷയാണ് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വരുമ്പോൾ ഈ കൃഷിക്കാരെ നയിച്ചത്. അവരുടെ ആഗ്രഹത്തിനും പ്രതീക്ഷയ്ക്കുമൊത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഗൗരവത്തോടെ ഈ പ്രശ്നത്തിൽ ഇടപെടുമെന്നും കേരളത്തിലെ ഫിഷറീസ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അതിൽ മുൻകൈയെടുക്കുമെന്നും കേരളത്തിന്റെ കൃഷി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ശ്രീ പ്രസാദ് ഇതിന്റെ മുൻകൈയെടുത്ത് ഇടപെടൽ നടത്തണമെന്നും ഗവൺമെന്റ് ഈ പ്രശ്നത്തിൽ ഗൗരവത്തോടെ ഇടപെടാൻ തയ്യാറാകണം. ഏതെങ്കിലും ചില ഉദ്യോഗസ്ഥന്മാർ നിർവഹിക്കേണ്ട പ്രവർത്തനമല്ലിത്. ഇത് നമ്മൾ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനാധിപത്യ പ്രക്രിയയിലെ ഭരണാധികാരികളും നിങ്ങളുടെ ഉത്തരവാദിത്വം ഈ കാര്യത്തിൽ ക്രിയാത്മകമായി നിർവഹിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് വൈകിയാണ് എത്തിയതിൽ ഒരിക്കൽ കൂടി ക്ഷമ ചോദിച്ചുകൊണ്ട് ഈ കൃഷിക്കാരുടെ സമരത്തിൽ പങ്കെടുക്കുന്നതിൽ നിങ്ങളുടെ സമരത്തിന് സിഐടിയുടെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുകയാണ്. അഭിവാദ്യങ്ങൾ.